ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് വളരെ രുചികരമായി ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് വാഷ് ചെയ്തെടുത്താണ്. പിന്നെ ചെറി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പഴുത്ത മാങ്ങ ഒരെണ്ണം. ഈ മാങ്ങയും ഗ്രേപ്സും ഒക്കെ നല്ല മധുരമുള്ളതായിരിക്കണം, പുളിയുള്ളതാണെങ്കിൽ ചേർക്കരുത്. അതുപോലെ തന്നെ ഓറഞ്ച് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അതും നല്ല മധുരമുള്ളതാണ്. ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ പഴവും എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ നമ്മളുടെ കയ്യിലുള്ള അവൈലബിലിറ്റി പോലെ, നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ആവശ്യമുള്ളത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. പൗഡറാണ് എടുക്കുന്നതെങ്കിൽ അത് മിക്സാക്കി എടുക്കാനായിട്ട് അതിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചുള്ള പാല് വേണം. പാക്കറ്റിൻ്റെ കവറിൽ ആവശ്യമുള്ള പാലിൻ്റെ അളവ് എഴുതിയിട്ടുണ്ടാവും. പൊടിച്ച പഞ്ചസാര 1 കപ്പ്. നമുക്കിനി വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം. ഞാൻ അതിനായിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ പാക്കറ്റിൻ്റെ ഈ സൈഡിലായിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും. അത് വായിച്ച് നോക്കിയ ശേഷം ചെയ്യുക. ഈ പാക്കറ്റിനുള്ളിൽ 4 ചെറിയ കവറ് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണുള്ളത്. ഒരു കവറ് നമുക്ക് 115 മില്ലി മിൽക്ക് ഉപയോഗിച്ച് വേണം മിക്സാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 ചെറിയ പാക്കറ്റാണ് എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് 345 മില്ലി പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ വിപ്പിംഗ് ക്രീമായിട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അതെടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണ കേക്കിനൊക്കെ വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നത് പോലെ തന്നെ. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ ഈ പൗഡറാണ് അവൈലബിൾ. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പൗഡറിലേക്ക് പാല് മിക്സ് ചെയ്ത് തയ്യാറാക്കിയെടുക്കുന്നത്. പാലല്ലെന്നുണ്ടെങ്കിൽ വെള്ളമായാലും മതി. പക്ഷെ പാല് ചേർത്തിട്ട് നമ്മൾ മിക്സ് ആക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം. നമ്മുടെ സാധാരണ പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ ഹാൻഡ് മിക്സർ അല്ലെങ്കിൽ ഇലക്ട്രിക് മിക്സർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഒരു സാധാരണ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇതിനെ ഒന്ന് മിക്സ് ആക്കാം. അതിനുശേഷം ആദ്യം സ്പീഡ് കുറച്ചിട്ട് പിന്നെ നല്ല സ്പീഡിൽ ഒരു 5-6 മിനിറ്റ് ഇതിനെ കണ്ടിന്യൂസ് ബീറ്റ് ചെയ്യണം. ഇത് പെട്ടെന്ന് ബീറ്റായി കിട്ടാനായിട്ട് ഇതിൻ്റെ ചുവട്ടിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഐസ് പാക്ക് വെച്ച് കൊടുക്കാം. കാരണം നല്ലൊരു കോൾഡ് അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും റൂം നല്ല ഹോട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഹാൻഡ് വിസ്കും ഈ പാത്രവും നന്നായിട്ടൊന്ന് ഫ്രീസറിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് തണുപ്പിച്ച ശേഷം ഇത് ബീറ്റ് ചെയ്യാൻ തുടങ്ങുക. അതുപോലെ തന്നെ പാലും നല്ല കോൾഡായിരിക്കണം. ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് സ്ലോ ആയിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് മതിയാകും. നമ്മൾ കേക്കിനുണ്ടാക്കുന്നത് പോലെ വളരെ തിക്കായിട്ടുള്ളൊരു ക്രീം നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രീം തയ്യാറാക്കാനായിട്ട് ഒരു ഹാൻഡ് വിസ്കിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പം ഞാനൊരു 5-6 മിനിറ്റ് ഇതിനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ക്രീം ആവശ്യത്തിന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒരുപാട് ക്രീം തിക്കാവേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. ഇനി നമുക്കിതിനെ ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാലും മതി. നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താണ്. ഇപ്പം നമ്മുടെ ക്രീം കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർക്കാം. പഴം ചേർക്കാം. പഴം നമ്മൾ ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം കട്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിറം മാറിപ്പോകത്തില്ല. കട്ട് ചെയ്ത മാങ്ങ ചേർക്കാം. ഓറഞ്ച് ചേർക്കാം. ഓറഞ്ച് പുറത്തെ നാരും ഉള്ളിലെ സീഡ്സും കളഞ്ഞ ശേഷം 2ആയിട്ട് കട്ട് ചെയ്യുക. ആപ്പിളും ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് കട്ട് ചെയ്യുക. അതുപോലെ തൊലി കളയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഗ്രേപ്സ് ചേർക്കാം. കുരു ഇല്ലാത്ത ടൈപ്പ് ഗ്രേപ്സ് ആയിരിക്കും കൂടുതലും നല്ലത്. ഇനി ഇതിലോട്ട് ചെറി ചേർക്കാം. ഫ്രൂട്ട്സൊക്കെ നമ്മളുടെ കയ്യിലുള്ളതുപോലെ ചേർക്കുക.
ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കാം. നമ്മൾ ഫ്രൂട്ട്സ് മുഴുവനും ഇതിലേക്ക് ചേർക്കരുത്. കട്ട് ചെയ്തതിൽ നിന്നും എല്ലാ ഐറ്റത്തിൽ നിന്നും കുറേശ്ശെ മാറ്റി വെക്കണം. കാരണം നമ്മൾ ലാസ്റ്റ് ഇത് സെർവ് ചെയ്യുമ്പോഴേക്കും കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് വേണം. നമ്മൾ കസ്റ്റാർഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഫ്രൂട്ട് സലാഡിനേക്കാളും ഒക്കെ വളരെ ടേസ്റ്റുള്ള ഫ്രൂട്ട് സലാഡാണിത്. ഇനി ഇത് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി നല്ല തണുത്തിട്ടാണ്. ഇനി നമുക്കിതിനെ സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് ഉപയോഗിച്ച് ഇതുപോലെ ഗാർണിഷ് ചെയ്തെടുക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റുള്ള ഫ്രൂട്ട് സലാഡാണിത്. മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. താങ്ക്